Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyanur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുകുറുക്കൽ സമരത്തിന്റെ 95-ാം വാർഷികം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ K. രാഘവന് നാടിന്റെ അന്ത്യാഞ്ജലി. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 77-ാം രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. കൊഴുമൽ രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചും നാട്. അക്രമത്തിൽ മരണമടഞ്ഞവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആദരാഞ്ജലിയും ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുകുറുക്കൽ സമരത്തിന്റെ 95-ാം വാർഷികം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുകുറുക്കൽ സമരത്തിന്റെ 95-ാം വാർഷികം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പുഴ തീരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറുള്ള സാമുവൽ ആറുകൊണ്ട് ബംഗ്ലാവ് വരെ ആ യാത്ര കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ ചുറ്റുപാടുള്ള കുട്ടികളോടൊപ്പം ആ റോഡിൻ്റെ അടുത്ത് എൻ്റെ വീട് ഏതാണ്ട് അന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, പിലാക്കൽ അശോകൻ, A. രൂപേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPM നേതാവ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ K. രാഘവന് നാടിന്റെ അന്ത്യാഞ്ജലി. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന K. രാഘവന് നാടിന്റെ അന്ത്യാഞ്ജലി. CITU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഷോപ്പാൻ എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. CPIM കണ്ടങ്കാളി ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ, ബീഡി തൊഴിലാളി യൂണിയൻ, നിർമ്മാണ തൊഴിലാളി യൂണിയൻ, വ്യാപാരി വ്യവസായി യൂണിയൻ തുടങ്ങിയവയുടെ പ്രവർത്തകനായും സജീവമായി നിലകൊണ്ടു. നേരത്തെ CITU അഖിലേന്ത്യാ കൗൺസിൽ മെമ്പറായിരുന്ന KR ഇപ്പോൾ ജില്ലാ കൗൺസിലിൽ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും വൈകുന്നേരം 5 മണി മുതൽ വ്യാഴാഴ്ച രാവിലെ 9:30 വരെ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലും തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും പൊതുദർശനം നടന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിയിരുന്നു. പയ്യന്നൂർ മൂരിക്കോവൽ നഗരസഭ വാതക ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പേരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 77-ാം രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. കൊഴുമൽ രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഭൂമിക്കും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതി മരിച്ച പേരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 77-ാം രക്തസാക്ഷിത്വ ദിനാചരണം നടന്നു. പുത്തൂരിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി. സന്തോഷ് പതാക ഉയർത്തി. M. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈകുന്നേരം കൊഴുമൽ രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.K. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. അത് സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഇന്ത്യൻ യൂണിഫിക്കേഷന് ബദലായി പ്രത്യേകമായ ഒരു രാജ്യമായി നിലനിർത്താൻ തിരുവിതാംകൂർ സർക്കാരിന്റെ നേതാവായിരുന്ന സർ CP രാമസ്വാമി അയ്യർ പരിശ്രമിച്ചതിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പേരാണ് പുന്നപ്പറ വയലാർ സമരം. KV മോഹൻകുമാർ എന്ന IAS-കാരൻ, ഞങ്ങളുടെ ജില്ലയിലും അദ്ദേഹം കളക്ടറായിട്ടിരുന്ന ആളാണ്. അദ്ദേഹം എഴുതിയ ഒരു പ്രസിദ്ധമായ നോവലാണ് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം. സംഘാടക സമിതി ചെയർമാൻ M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം CN ചന്ദ്രൻ, P. സന്തോഷ്, V. കുഞ്ഞികൃഷ്ണൻ, P. ശശിധരൻ, KV ബാബു, T. ഗോപാലൻ, KK ഗംഗാധരൻ, P. രമേശൻ, C. കൃഷ്ണൻ, V. നാരായണൻ, M. സതീശൻ, C. ബാലകൃഷ്ണൻ, K. മധു, പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ മകൻ ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന CPM നേതാവ് K. രാഘവന്റെ നിര്യാണത്തെ തുടർന്ന് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ഒഴിവാക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിന്റെ പരിസരത്ത് വെച്ച് പ്രതിജ്ഞയെടുക്കുകയും പ്രതിഷേധ ജ്വാല തെളിയിക്കുകയും ചെയ്തു. DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷത വഹിച്ചു. DCC നേതാക്കളായ P. ലളിത, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ, A. രൂപേഷ്, പിലാക്കൽ അശോകൻ, പ്രശാന്ത് കോറോം, അത്തായി പത്മിനി, VM പീതാംബരൻ, KP മോഹനൻ, C. പൂമണി, KV ഭാസ്കരൻ, കാരിയൽ സുകുമാരൻ, ആകാശ് ഭാസ്കരൻ, ഭരത് DP, അർജുൻ കോറോം, അർഷാദ് കൗവായി, ദാമോദരൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാശ്മീരിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തൃക്കരിപ്പൂർ കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി തെളിയിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിജ്ഞയെടുത്തത്. രാജ്യത്ത് നുഴഞ്ഞു കയറിയ ഭീകരവാദികളെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ വേഗത്തിൽ നടത്തണമെന്നാവശ്യപ്പെട്ടും മരണമടഞ്ഞ സഹോദരങ്ങളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥനയർപ്പിച്ചുമാണ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രതിജ്ഞയെടുത്തത്. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, PV കണ്ണൻ മാസ്റ്റർ, K. ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി E. രാജേന്ദ്രൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും എല്ലാ പിന്തുണയും സഹകരണവും ഇതിനാൽ വാഗ്ദാനം ചെയ്യുന്നു. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചും BJP മാടായി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ദീപം തെളിക്കലും സംഘടിപ്പിച്ചു. BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് AV സനിൽ ഉദ്ഘാടനം ചെയ്തു. എരിപുരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴയങ്ങാടിയിൽ സമാപിച്ചു. തുടർന്ന് സ്മൃതിദീപം തെളിയിച്ചു. ഈ രാജ്യത്തേക്ക് കടന്നുവന്ന പാകിസ്ഥാന്റെ ഭീകരവാദികൾ 30ഓളം ജീവനുകൾ എടുത്തു കാശ്മീരിന്റെ മണ്ണിൽ. BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് AV സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മതേതര ഭാരതത്തിൽ സംജാതമായിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം.
അവരുടെ അവരുടെ ഇടവേളകളിൽ വിനോദസഞ്ചാരത്തിനായി കാശ്മീരിലെത്തിയ നിരവധിയായ ഭാരതത്തിന്റെ മക്കളെ ഇന്നലെ അവരെ 30 പേരെ കൊന്നൊടുക്കിയിരിക്കുന്നു. ഉത്തരവാദികൾ ആരാണ്? ആർട്ടിക്കിൾ 370 എന്ന് അതിനോമന പേര് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കഴിഞ്ഞ 70 വർഷക്കാലം ഭരിച്ച പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് അതിന് ഉത്തരവാദി എന്ന് ഞങ്ങൾ പറയേണ്ടി വരും. സുജിത്ത് വടക്കൻ അധ്യക്ഷത വഹിച്ചു. KT മുരളീധരൻ, അഭിഷേക് വെങ്ങര, T ശശീന്ദ്രൻ, ബൈജു ഏഴോം, MKV രാജീവൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധ ജ്വാലയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധ ജ്വാലയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് സമീപം സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിനെ ഒരു കാരണത്താലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അതിന് രാജ്യം ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നൌഷാദ് വാഴവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, K പത്മനാഭൻ, സുമേഷ് തോമസ്, KV നിവേദ, അനിൽ മാത്യു, PK ജയനാരായണൻ, റോഷി PV, വാഹിദ മൊയ്തീൻകുട്ടി, വർഷ N എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയിൽ വാഹനവുമായി യുവാവിന്റെ പരാക്രമം. അമിത വേഗതയിൽ ഓടിച്ച കാർ റോഡരികിലെ പല വാഹനങ്ങളിലും ഇടിച്ചു. ഒരു ഇരുചക്ര വാഹനം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. മുട്ടം സ്വദേശി റമീസിനെ പഴയങ്ങാടി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പഴയങ്ങാടി മുട്ടത്ത് നിന്ന് അമിത വേഗതയിൽ വാഹനമോടിച്ച യുവാവ് റോഡരികിലെ പല വാഹനങ്ങളിലും ഇടിച്ചു. ഒരു ഇരുചക്ര വാഹനം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. തലനാരിഴയ്ക്ക് വലിയൊരു അപകടത്തിൽ നിന്നും നാട്ടുകാർ രക്ഷപ്പെടുകയായിരുന്നു. പ്രകോപിതരായ നാട്ടുകാർ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് ഇയാളെ പിടികൂടി പോലീസിലേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുറംവിരലുകളിൽ നടന്ന് കൗതുകം തീർക്കുകയാണ് എടാട്ട് പറമ്പത്തെ നിവേദിത. ഗിന്നസ് ഉൾപ്പെടെയുള്ള റെക്കോർഡിൽ തന്റെ പേര് ചേർക്കുന്നതിന് നിരന്തര പ്രയത്നത്തിലാണ് ഈ 10ാം ക്ലാസ്സുകാരി. എടാട്ട് പറമ്പത്തെ 10ാം ക്ലാസ്സുകാരി നിവേദിതയാണ് എനിക്കൊപ്പം ഉള്ളത്. നിവേദിതയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരും നടക്കുന്നത് പോലെ നടക്കാം, പക്ഷേ അതിന് അപ്പുറത്തേക്ക് പിന്നെ എങ്ങനെ നടക്കാൻ അറിയാം? പുറംവിരലിൽ നടക്കാൻ പറ്റും. ചെറിയതായിരിക്കുമ്പോഴേ എങ്ങനെ ഒരു കഴിവുണ്ട്? ചെറുതിൽ സ്ഥിരമായിട്ട് നടക്കലുണ്ട്. ഇപ്പം കുറേ നാളായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ നടക്കുന്ന സമയത്ത് ഇത് എല്ലാവർക്കും പറ്റുന്നതായിരിക്കും വിചാരിച്ചിരുന്നുള്ളൂ അല്ലേ? പിന്നീടാണ് ഇത് റെക്കോർഡിനൊക്കെ പലർക്കും ഗിന്നസ് റെക്കോർഡൊക്കെ നേടിയ ഒരു കാര്യമാണ്. 80 മീറ്റർ നീളത്തിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ റെക്കോർഡ് ഭേദിക്കാനൊക്കെ പറ്റുമോ? അറിയില്ല, പ്രാക്ടീസ് ചെയ്താൽ പറ്റുമായിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡിന് അയക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹം. ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ എന്തായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം ചീത്ത പറഞ്ഞിട്ടുണ്ടായി, പിന്നെ ഇതായിരിക്കും അധികം പറ്റാത്തതാണെന്ന് മനസ്സിലായാലും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സ്കൂളിലൊക്കെ എല്ലാവരും എന്ത് പറയുന്നു? സ്കൂളിലും നല്ല പ്രോത്സാഹനം. ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയോ? നോക്കി. പിടിച്ചിട്ട് ഒറ്റക്കാലിൽ നിൽക്കാനല്ലാണ്ട് ആവൂല, നടക്കാനാവുന്നില്ല. ഇതിപ്പോ സ്റ്റെയർ കേസ് ഒക്കെ കയറാനൊക്കെ പറ്റുമോ? പറ്റും. മണ്ണിലും നടക്കും. കാല് വേദന ഉണ്ടെങ്കിലും അത് അത്ര വലിയ കുഴപ്പമില്ലല്ലോ. വളരെ ഈസി ആയിട്ടാണ് നിവേദിത നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത്രയും ഈസി ആയിട്ട് തന്നെയാണോ ചെയ്യാൻ പറ്റുന്നത്? കുഴപ്പമൊന്നുമില്ല, ചെറിയ വേദന ഉണ്ടാവില്ല. അപ്പോൾ ചെറുപ്പത്തിൽ കൂടുതൽ നേരം നടന്നിരുന്നു, പിന്നീട് നിർത്തി, വീട്ടുകാരൊക്കെ പറഞ്ഞതുകൊണ്ട് നിർത്തി. ഇപ്പൊ വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് താല്പര്യമുള്ള കാര്യങ്ങളുണ്ട്? ഡാൻസ് ചെയ്യോ, പാട്ട് പാടുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? ഡാൻസ് പഠിക്കുന്നുണ്ട് ഇപ്പം. പിന്നെ വയലിൻ പഠിക്കണം എന്നുണ്ട്, വാങ്ങി വെച്ചിട്ടുണ്ട്, പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി പ്ലസ് 1ലേക്കാണോ? ഓക്കെ. അപ്പോൾ ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യൂ. നമുക്ക് ഇനി ഒരു റെക്കോർഡ് ഹോൾഡറായിട്ട് എനിക്ക് വീണ്ടും വന്ന് നിവേദിയോട് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.
നോക്കാം. ഓക്കെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്തൺ കണ്ടോത്തിനൊപ്പം KN വർഷ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ചെറുപാറയിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ നിർവഹിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടന കർമ്മം AIDWA ജില്ലാ സെക്രട്ടറി PK ശ്യാമള ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ PV ഗൗരി അധ്യക്ഷയായി. ഏപ്രിൽ 24 മുതൽ 27 വരെ 4 ദിവസങ്ങളിലായാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ എന്നതാണ് മുദ്രാവാക്യം. PV വത്സലയാണ് ജാഥ ലീഡർ. KV ഗൗരി ജാഥ മാനേജർ. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ഈടുവെപ്പ് തുടർന്ന് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ PTA-യും അധ്യാപകരും കുട്ടികളും ചേർന്ന് വിളവെടുത്ത വെള്ളരി സ്കൂൾ കെട്ടിടത്തിന്റെ വാരിയിൽ കെട്ടിത്തൂക്കി ഒരു കൊല്ലത്തേക്കായി സൂക്ഷിച്ചു വെക്കുകയാണിവർ. ഫ്രിഡ്ജുകളില്ലാതിരുന്ന പഴയകാലത്ത് ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് വീടിന്റെ പിറകുവശത്തെ വാരിയിൽ പ്രത്യേക തരത്തിൽ കെട്ടിത്തൂക്കിയായിരുന്നു. അത്തരത്തിൽ ഈടുവെപ്പ് നടത്തി ശ്രദ്ധേയമാവുകയാണ് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂൾ. കുട്ടികൾക്ക് വിഷരഹിത ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൃഷിഭവന്റെ സഹായത്തോടെയാണ് വെള്ളരി കൃഷി നടത്തിയത്. 3 കിൻഡലോളം വെള്ളരി ലഭിച്ചു. സൗഭാഗ്യ ഇനത്തിൽപ്പെട്ട വെള്ളരിയാണിത്. സ്കൂൾ PTA-യും അധ്യാപകരും കുട്ടികളും ചേർന്ന് വിളവെടുത്ത വെള്ളരി ആദ്യം കുരുത്തോലയിൽ കെട്ടി, പിന്നീട് സ്കൂൾ കെട്ടിടത്തിന്റെ വാരിയിൽ കെട്ടിത്തൂക്കിയാണ് ഒരു കൊല്ലത്തേക്കായി സൂക്ഷിക്കുന്നത്. കൂക്കാനം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ അതിൽ ഒരു ഭാഗമാണ് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അത് കുട്ടികൾക്ക് ഒരു വർഷം നൽകുന്നതിന് വേണ്ടി ഏകദേശം ഒരു 3 കിൻഡലോളം വെള്ളരിക്ക ഇപ്പോൾ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് അടുത്ത വർഷത്തേക്ക്. ഏറെ സന്തോഷത്തോടെ നല്ല ആഹാരം നല്ല ആരോഗ്യത്തിന് എന്ന ലക്ഷ്യത്തോടു കൂടി കൂക്കാനം ഗവൺമെൻറ് UP സ്കൂളിലെ കൊച്ചുമക്കൾക്ക് നല്ല ആഹാരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ PTA, MBTA, SSGയുടെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തത്. ഏകദേശം 3 കിൻഡലോളം വെള്ളരിക്ക നമുക്ക് ലഭിക്കുകയുണ്ടായി. പ്രഥമാധ്യാപകൻ VV രവീന്ദ്രൻ മാസ്റ്റർ, K കൃഷ്ണൻ, കരിമ്പിൽ വിജയൻ, PP ജുബൈരിയ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ഫ്രിഡ്ജുകളൊന്നുമില്ലാതിരുന്ന കാലത്ത് കർഷകർ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു രീതിയാണിത്. കൂക്കാനം ഗവൺമെൻറ് UP സ്കൂൾ അവരുടെ ഉച്ചഭക്ഷണത്തിനാവശ്യമായ വിഷരഹിതമായ പച്ചക്കറികൾ സൂക്ഷിച്ചു വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. ചെറുകുന്നിന് ഫുട്ബോൾ ആവേശം നിറക്കാൻ K കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് വീണ്ടും സജീവമാകുന്നു. പ്രമുഖർ ബൂട്ടണിഞ്ഞ മൈതാനത്ത് വീണ്ടും ആരവങ്ങൾ മുഴങ്ങും. K കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം മുൻ കേരള ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി കോച്ചുമായ ബിനീഷ് കിരൺ ഉദ്ഘാടനം ചെയ്യും. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുകുന്നിലെ K കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് ഈ വർഷം വീണ്ടും സജീവമാകുന്നു. K കരുണാകരൻ സ്മാരക എവറോളിംഗ് ട്രോഫിക്കും 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കും വേണ്ടിയുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റാണ് സംഘടിപ്പിക്കുന്നത്. ഒരു കാലത്ത് പ്രമുഖരായ താരങ്ങൾ ബൂട്ടണിഞ്ഞ മൈതാനമാണിത്. K കരുണാകരൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ നാടിന്റെ ആവേശമായിരുന്നു. IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി, പാപ്പച്ചൻ, ഷഫലി തുടങ്ങിയ താരങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട്. നൈജീരിയൻ താരങ്ങളായ അബ്ദുൾ ഖാനി, അൽഫാദിൽ എന്നീ താരങ്ങളും ബൂട്ടണിഞ്ഞ മൈതാനം. അന്നത്തെ സെവൻസ് ഫുട്ബോൾ ടീമുകളായ തൃശൂർ ജയ ബേക്കറി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട്, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ജിംഖാന തൃശൂർ, ഫിറ്റ്വെൽ കോഴിക്കോട്, KRS കോഴിക്കോട് തുടങ്ങിയവരെല്ലാം മത്സരിച്ച മൈതാനമാണിത്. മെയ് 6 മുതൽ ചെറുകുന്ന് ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ സംഘാടക സമിതി ഓഫീസ് മുൻ കേരള ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി കോച്ചുമായ ബിനീഷ് കിരൺ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ചെറുകുന്നിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ വരുന്ന 2 വലിയ ആഘോഷങ്ങളുള്ള ഒന്ന് ചെറുകുന്ന് അമ്പലത്തിലെ ഉത്സവവും വിഷുവിളക്ക് തൊട്ടുള്ള ഉത്സവവും അതേ സമയത്ത് തന്നെ നടന്നു വന്ന മറ്റൊരു ഉത്സവമായിരുന്നു ഈ K കരുണാകരൻ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ്. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ N ശ്രീധരൻ പറഞ്ഞു. ഫുട്ബോൾ മത്സരം ആവേശമാക്കാനുള്ള ഒരുക്കത്തിലാണ് ചെറുകുന്ന് കണ്ണപുരം പ്രദേശത്തെ കായിക പ്രേമികൾ. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സൗരോർജ്ജ മേഖലയിലെ വിശ്വസ്തമായ പേരാണ് സോളാർ സെക്യൂറ. പരിചയസമ്പന്നമായ ടീം നയിക്കുന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്ന ഉയർന്ന നിലവാരത്തിലുള്ള സോളാർ സ്ഥാപനമാണ് സോളാർ സെക്യൂറ. ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയാണ് സോളാർ സെക്യൂറയുടെ പ്രവർത്തനം. സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും ശ്രമിക്കുന്നതിന്റെ ഭാഗമായി
പ്രധാനമന്ത്രി സൂര്യഘർ മഫ്തി ബിജ്ലി യോജന വഴി സർക്കാർ ITIയിൽ നിന്നുള്ള 16 വിദ്യാർത്ഥികൾക്ക് സോളാർ സെക്യൂരിറ്റിയുടെ പയ്യന്നൂർ ശാഖയിൽ റൂഫ് ടോപ്പ് സോളാർ ഹ്രസ്വകാല ഓൺ ജോബ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. സോളാർ ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, സേഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകി. PM സൂര്യഘർ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏകദേശം 2500-ൽ കൂടുതൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഓൾറെഡി 11 വർഷം കൊണ്ട് നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇതിലൊരു രജിസ്റ്റേർഡ് വെണ്ടർ കൂടിയാണ് നമ്മൾ PM സൂര്യഘറിൻ്റെ രജിസ്റ്റേർഡ് വെണ്ടർ കൂടിയാണ് നമ്മൾ ഈ സെക്യൂറ എന്ന് പറയുന്ന സ്ഥാപനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ ആഭിമുഖ്യത്തിൽ പഴയങ്ങാടിയിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ വാമൂടി കെട്ടിക്കൊണ്ട് ടൗണിൽ റാലി നടത്തി. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൈകളിൽ ചായം തേച്ച് ബാനറിൽ പതിപ്പിച്ചു. പരിപാടിക്ക് ക്യാമ്പ് ഫാക്കൽറ്റി ഷാഫി പാപ്പിനിശ്ശേരി നേതൃത്വം നൽകി. ബഷീർ, ഇയാസ് കായാക്കുൽ, KP ഖാദർ, ഷാഹിദ മുസ്തഫ, തസ്ലീമ K, ജസീറ ചെങ്ങളായി, ആശാ ഹിന്ദ്, മുംതാസ്, മുബീന, സഫീറ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഭൂമിയുള്ള ഭവനരഹിതർ സമ്പൂർണ്ണ പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമുണ്ട്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതമുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതമുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരാഗ്രഹമാണ് ഒരു സുന്ദരമായ കയറി കിടക്കാൻ ചോരാത്ത ഒരു കൂര, ഒരു അടച്ചുറപ്പുള്ള ഒരു കൂര എന്നുള്ളത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ലൈഫ് 2020 ഗുണഭോക്തൃ പട്ടികയിൽ ഭൂമിയുള്ള ഭവനരഹിതർക്ക് മുഴുവൻ ഭവന നിർമ്മാണത്തിന് കരാർ ചെയ്ത് സേവനം ലഭ്യമാക്കുന്നതിന്റെ പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന യോഗത്തിൽ ലൈഫ് ഗുണഭോക്താക്കൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ സമ്പൂർണ്ണ ഭവന പ്രഖ്യാപനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ അധ്യക്ഷൻ AV രവീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസ്തുത പ്രഖ്യാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും പങ്കെടുത്ത ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. 145 ഗുണഭോക്താക്കൾ ഉൾപ്പെട്ട ഭൂമിയുള്ള ഭവനരഹിത പട്ടികയിൽ നിന്ന് അർഹരായ 81 ഗുണഭോക്താക്കളുടെ ഭവന നിർമ്മാണമാണ് സഫലമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പെൺവെളിച്ചം പരിപാടി സംഘടിപ്പിച്ചു. സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് കുടുംബശ്രീ ADSന്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി പെൺവെളിച്ചം പരിപാടി സംഘടിപ്പിച്ചു. കാനത്ത് നടന്ന പരിപാടി പ്രഭാഷകൻ സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണപുരം പഞ്ചായത്ത് വിവരസഞ്ചയിക പ്രകാശനവും ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി അധ്യക്ഷയായി. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, KCCPL MD ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. വിവരസഞ്ചയിക തയ്യാറാക്കിയ M. ലക്ഷ്മണൻ, CV സത്യാനന്ദൻ, നീന്തൽ പരിശീലിക CV ജാനകി എന്നിവരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, V. വിനീത, AV പ്രഭാകരൻ, P. വിദ്യ, O. മോഹനൻ, KV ശ്രീധരൻ, TK ദിവാകരൻ, P. രാജസുന്ദരൻ, CV സുമേഷ്, V. രാജൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
എരമം രാമപുരം പുലിരൂപകാളി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ഏപ്രിൽ 24 മുതൽ 28 വരെ നടക്കുന്ന എരമം രാമപുരം പുലിരൂപകാളി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. എരമം നടുവിലേക്കുനി വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും, കടേക്കര മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും, മാപ്പാടി തൈവളപ്പിൽ തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ഏപ്രിൽ 25 വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ക്ഷേത്രം വനിതാവേദി അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ നടക്കും. ഏപ്രിൽ 26 ശനിയാഴ്ച രാത്രി 9 മണിക്ക് ഗാനമേള. ഏപ്രിൽ 27 ഞായറാഴ്ച രാത്രി 9 മണിക്ക് നടുവിലേക്കുനി വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും ബാലികമാരുടെ താലപ്പൊലിയോടും വർണ്ണശബളമായ ദൃശ്യവിരുന്നോടും കൂടി തിരുമുൽക്കാഴ്ച വരവ് നടക്കും. ഏപ്രിൽ 28 തിങ്കളാഴ്ച സമാപന ദിവസം രാവിലെ മുതൽ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തികളായ പുലിരൂപകാളി, പുള്ളിക്കരിങ്കാളി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടക്കും. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ബാലസംഘം മുക്കാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കളിയും ചിരിയും പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം മുക്കാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കളിയും ചിരിയും പരിപാടി സംഘടിപ്പിച്ചു. മുക്കാലി EK നായനാർ സ്മാരക മന്ദിര പരിസരത്താണ് പരിപാടി നടന്നത്. വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ നാട്ടിലെല്ലാം പോയി മാങ്ങയെല്ലാം പറക്കി വിഷുവെല്ലാം കഴിഞ്ഞ് സന്തോഷത്തിലാണ് നമ്മളെ മുക്കാലിയുടെ ഒരു ക്യാമ്പ് ചേർന്നിട്ടുള്ളത്. ഇവിടെ ബാലസംഘം കൂട്ടുകാരും ഇവിടുത്തെ മുക്കാലി വടംതുരത്ത് ബാലസംഘത്തിന്റെ കൂട്ടുകാരും സഹൃദയ ക്ലബിന്റെ ആളുകളും ചേർന്നാണ് നിങ്ങൾക്ക് ഉല്ലാസ പരിപാടിയായി നമുക്ക് കുറേയേറെ കാര്യങ്ങൾ 2-3 ആഴ്ചകളായി എടുത്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. M ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AV വിജയൻ, യദുനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. RP ശ്രീധരൻ ക്യാമ്പ് നയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഹെഡ്ലൈൻസ് ഒരിക്കൽ കൂടി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുകുറുക്കൽ സമരത്തിന്റെ 95ാം വാർഷികം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നടന്ന പരിപാടി സ്വാതന്ത്ര്യസമര സേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ K രാഘവന് നാടിന്റെ അന്ത്യാഞ്ജലി. കണ്ടങ്കാളി ക്ഷേണ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലും വസതിയിലും നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 77ാം രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. കൊഴുമൽ രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചും നാട്. അക്രമത്തിൽ മരണമടഞ്ഞവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആദരാഞ്ജലിയും ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.